നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാറു, കണ്ണ് ശരിയായോ പാറു? ആ, കൊറേ വെള്ളം എടുത്ത് കണ്ണിലൊഴിച്ചപ്പോ സമാധാനായി. പാറു, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു ചിത്രമുണ്ട്. പുഴയരികിലുള്ള മരത്തിലെ കൊമ്പിൽ ഒരാള്, തൊട്ടടുത്തൊരു വിഷപ്പാമ്പ്, താഴെ വിശന്ന് വലഞ്ഞൊരു സിംഹം, നേരെ താഴെ വെള്ളത്തിൽ വാ പിളർന്നു നിൽക്കുന്ന ഒരു മുതല. എന്താ പറഞ്ഞേ? പ്രണയം തുറന്നു പറയാൻ പോയ അവനെന്തിനാ ഫോണിൽ വരാറുള്ള ചിത്രത്തെക്കുറിച്ച് അവളോട് പറയുന്നത്? എങ്ങനെ പറയൂന്ന് ആലോചിച്ച് ഇവന് വട്ടായോ? മരത്തിൽ തന്നെ നിന്ന് പാമ്പ് കടിയേറ്റ് ചാവും. പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ താഴേക്ക് ചാടിയ സിംഹം കൊന്നു തിന്നും. പാമ്പിൽ നിന്നും സിംഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ പുഴയിലേക്ക് ചാടിയ നേരെ മുതലയുടെ വായിച്ചെന്ന് വീഴും. പ്രിയൻചേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? അയ്യേ, അത് തന്നെ എന്റെയും ചോദ്യം. അവൻ ഇതൊക്കെ എന്തിനാ അവളോട് പറയുന്നേ? പ്രണയവും മുതലയും തമ്മില് എന്ത് ബന്ധം? ആ ചിത്രത്തിലെ ആളുടെ അവസ്ഥയാ പാറുവിനെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 4 ഭാഗത്തും പ്രശ്നങ്ങൾ. ഒരു ഭാഗത്ത് തീർത്താലും തീരാത്ത കടങ്ങൾ, മറ്റൊരു ഭാഗത്ത് രുദ്രപ്രതാപൻ. ചേച്ചിയുടെ കല്യാണം നടക്കില്ലല്ലോ എന്ന സങ്കടം മറ്റൊരു ഭാഗത്ത്. കമ്പനിയിലെത്തിയ കരുണാകരൻ സാറ്. പാറുവിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഞാനൊക്കെ എത്ര ലക്കിയ. തേനെ മുത്തേനൊക്കെ വിളിച്ച് പ്രണയം പറയുന്നതിന് പകരം അവളുടെ പ്രശ്നങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് അവളുടെ മൂട് കളയാ അവൻ. പാമ്പിന്റെ കടിയേൽക്കാതെ, സിംഹത്തിന്റെ വായിൽ ചെന്ന് വീഴാതെ, മുതലയ്ക്ക് ഇരയാവാതെ ഞാനിപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ? അതിനെക്കുറിച്ച് എന്താ പ്രിയൻചേട്ടൻ പറയാത്തെ? അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറയാൻ വന്നത്. പിടിച്ചു നിൽക്കുന്നു എന്നല്ല പറയേണ്ടത്, പാറു പൊരുതി നിൽക്കുക ചെയ്യുന്നത്. നീ ചട്ടമ്പിയല്ല, തീയ. മെല്ലെ പറ. ധൈര്യമുള്ള പെൺകുട്ടികളെ എനിക്കിഷ്ട. എടാന്ന് വിളിക്കുന്നവരോട് എന്താടാന്ന് ചോദിക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ട. അങ്ങനെ അവൻ വിഷയത്തിലേക്ക് കടന്നു. പാറുവിന് ഇഷ്ടമാണെന്ന് പറയാൻ ഇത്രയൊക്കെ ചുറ്റി വളയേണ്ട കാര്യമുണ്ടോ? പ്രേമത്തിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പാ. പാറുവിനെ ഗന്ധർവൻ ഇത്രയധികം സ്നേഹിക്കുന്നതിന്റെ കാരണം എനിക്കിപ്പോഴാ മനസ്സിലായത്. നശിപ്പിച്ചു. ഇത് കേൾക്കുമ്പോ അവൾ എന്താ കരുതുക? ഗന്ധർവൻ വേറെ ആരോ ആണെന്നും ഗന്ധർവൻ അവനാണെന്ന് തുറന്നു പറഞ്ഞ ആ നിമിഷം അവള് ഫ്ലാറ്റ്. പക്ഷെ ആ മരത്തലയൻ അത് പറയുന്നില്ലല്ലോ. ഗന്ധർവനെ കുറിച്ചൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ആ ഓർമ്മകളെ പോലും തൽക്കാലത്തേക്ക് ഞാൻ മാറ്റിവെക്കാണെന്ന് പ്രിയൻചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ? പാറു, ഗന്ധർവനെ മറന്നതായി പാറു വെറുതെ അഭിനയിക്കുന്നത്. ഗന്ധർവനെ മറക്കാൻ പാറുവിന് കഴിയില്ലെന്ന് എനിക്കറിയാം. ഗന്ധർവനെ പാറു എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മുന്നിൽ പാറു വെറുതെ അഭിനയിക്കണ്ട. പ്രിയൻചേട്ടൻ പറഞ്ഞത് ശരിയാ. ഗന്ധർവനെ ഞാൻ മറന്നിട്ടില്ല, മറക്കാൻ എനിക്ക് കഴിയില്ല. ഒരുപക്ഷെ എന്റെ ശ്വാസം അവസാനിക്കുന്നവരെ ആ ഓർമ്മകൾ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. ഒരിക്കൽ പോലും അയാൾ എന്നെ കാണാൻ വരില്ലല്ലോ. വരും പറഞ്ഞ് എന്നെ പറ്റിച്ചു പലതവണ. നോക്കിയിരുന്ന് എന്റെ കണ്ണ് കഴിച്ചത് വെറുതെ. എന്റെ മുന്നിലേക്ക് വരില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന നിർത്തി. പക്ഷെ എന്റെ മനസ്സൊന്നും ഞാൻ ഇറക്കി വിട്ടിട്ടില്ല. ഇറക്കി വിടാൻ എനിക്ക് കഴിയില്ല. കാരണം ഗന്ധർവൻ എനിക്ക് എഴുതിയ കത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ടല്ല വായിച്ചത്, മനസ്സുകൊണ്ടാ. അതിലെ ഓരോ വാക്കും ഓരോ വരിയും എന്റെ മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു കിടപ്പുണ്ട്. ഗന്ധർവൻ നിന്റെ മുന്നിൽ വന്ന് നിന്നാലോ? ആ വാ, അങ്ങനെ വിഷയത്തിലേക്ക് വാ. പറ പാറു, ഗന്ധർവൻ നിന്റെ മുന്നിൽ വന്ന് നിന്നാൽ നിന്റെ ഈ പരിഭവം മാറൂ? ഇല്ല, വരുന്ന് പലവട്ടം പറഞ്ഞതല്ലേ, വന്നില്ലല്ലോ. ഒരിക്കലും വരില്ല. നോക്ക് പാറു, ഗന്ധർവൻ നിന്റെ മുന്നിൽ വരുമെന്ന് ഞാൻ ഇതുവരെ നിന്നോട് ഇതുപോലെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാനാ നിന്നോട് പറയുന്നത്. പ്രിയനാ നിന്നോട് പറയുന്നത്. ഗന്ധർവൻ നിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിന്ന് ഞാനാണ് നിന്റെ ഗന്ധർവനെന്ന് പറഞ്ഞാൽ, നിന്നെ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ പാറു എങ്ങനെയാ പ്രതികരിക്കുക?
ഈ കണ്ണ് കഴുകാൻ പോയ പാറു എന്താ ഇതുവരെ വരാത്തത്? മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നതല്ലേ, കാണുന്നവരൊക്കെ അവളോട് വിശേഷം ചോദിക്കുന്നുണ്ടാവും. ലക്ഷ്മിയുടെ പ്രായം ഉണ്ടാവില്ലേ ജയന്തിക്ക്? കല്യാണം ഒന്നും നോക്കുന്നില്ലേ മോളെ? ജയന്തി ചേച്ചി ഓക്കേ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അടുത്ത നിമിഷം പുടവയും പൂമാലയും താലിയും ബൊക്കെയൊക്കെ ആയിട്ട് ഒരാൾ ഓടി വരും. ആണോ ജയന്തി? ജയന്തി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇവള് വെറുതെ പറയുന്നേ അമ്മേ. വെറുതെ ഒന്നും അല്ല. സംശയം ഉണ്ടെങ്കിലേ പാറു വരുമ്പോ ചോദിച്ചു നോക്ക്. ആ അല്ലെങ്കിൽ പ്രേം ചേട്ടനോട് ചോദിച്ചു നോക്ക്. അതും അല്ലെങ്കിൽ മോഹൻ ചേട്ടനോട് ചോദിച്ചാലും മതി. ആ മുക്താമാട ഇവിടെ ഉണ്ടായിരുന്നോ? വീട്ടുകാര് മുക്താമാടത്തിന് കല്യാണം നോക്കുന്നില്ലേ? അപ്പൊ അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കൈലാഷ് സാറാ മാഡത്തിന് കല്യാണം കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടല്ലേ കൈലാഷ് സാർ വരുമ്പോഴൊക്കെ മാഡത്തിനെയും കൂട്ടുന്നത്. അയ്യോ അല്ല, ലക്ഷ്മിയേച്ചിക്ക് തെറ്റുപറ്റി. കൈലാഷ് സാറും മുക്താ മേഡം തമ്മില് അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല. അരവിന്ദ് സാറുമായിട്ടാ മുക്താ മേഡത്തിന്റെ കല്യാണം തീരുമാനിച്ചത്. കൈലാഷ് സാറിന് മുക്താ മേഡത്തിനെ കാട്ടി നല്ല പെൺകുട്ടിയെ കിട്ടില്ലേ? മുക്താ മേഡം എപ്പോഴും കൈലാഷ് സാറിന്റെ കൂടെ അല്ലേ, അത് കണ്ടപ്പോ ഞാൻ കരുതി. അരവിന്ദ് സാർ കേക്കണ്ട. പിന്നെ ഒരിക്കലും മുക്താ മേഡത്തിനെ ഓരോരുത്തും പോകാൻ സമ്മതിക്കില്ല, അല്ലേ മേഡം? കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇവിടെ ദേവിയെ പ്രാർത്ഥിച്ചാ മതി. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾക്ക് ഒരാളെ ഇഷ്ടാ. അയാൾക്ക് പക്ഷെ വേറൊരു പെൺകുട്ടിയോടാ ഇഷ്ടം. അവളെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് നടക്കുക. അയാളുടെ മനസ്സ് മാറ്റാൻ ഈ ദേവിയെ കൊണ്ട് പറ്റുമോ? മനസ്സ് മാറ്റാന്ന് പറഞ്ഞ അയാൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അവളെ അയാള് വെറുക്കണം. എന്റെ ഫ്രണ്ടിനെ അയാളെ സ്നേഹിക്കാൻ വേണം, കല്യാണം കഴിക്കണം. അവൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാ ദേവി അത് സാധിച്ചു കൊടുക്കോ? ഒരു കാര്യമില്ലാതെ അയാൾ ആ പെൺകുട്ടിയെ വെറുക്കോ? ഈശ്വരന്മാർ വെറുക്കാൻ സഹായിക്കില്ല. സ്നേഹത്തിന്റെയും നന്മയുടെയും കൂടെ ഈശ്വരന്മാർ എപ്പോഴും നിൽക്കുള്ളൂ. പക്ഷേ ആ പെൺകുട്ടി അയാൾക്ക് ഒട്ടും മാച്ചല്ല. അയാൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. ഈ പറഞ്ഞ പെൺകുട്ടി 10th പാസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയം. പണമില്ല, സ്വത്തില്ല, ഒന്നുമില്ല. ചേരുന്നവരെ തമ്മിലല്ലേ ഈശ്വരന്മാര് ചേർക്കേണ്ടത്. അവരെ തമ്മിൽ ചേർത്താ അത് ഈശ്വരന്മാര് ചെയ്യുന്ന തെറ്റല്ലേ? വെള്ളച്ചാൽ ദുർഗാദേവിയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ടാ നമ്മൾ സംസാരിക്കുന്നത്. ദുർഗാദേവി ആരാണെന്ന് അറിയുവോ മുക്ത മാഡത്തിന്? സാക്ഷാൽ പാർവതി ദേവിയാ. പാർവതി ദേവിയുടെ യഥാർത്ഥ രൂപമാണ് ദുർഗ.